ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വെറൈറ്റി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തക്കോലും പട്ടും ബേലീവ്സും ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വേവിക്കാൻ ആവശ്യമായ വെള്ളമാണിത്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് ഓയിലും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കത് മൂടി വെച്ച് തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു തുടം വെളുത്തുള്ളി, വലിയ കഷ്ണം ഇഞ്ചി, 8 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി ഒരു 20 തണ്ട് പുതിന ചേർത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ മല്ലിയില, 2 വലിയ സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച ചിക്കനിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും 1 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ ബിരിയാണി മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണി മസാല നമുക്ക് വാങ്ങിക്കാൻ കിട്ടാവുന്നതാണ്. ആ ഒരു മസാലയും കൂടി ചേർത്ത് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഇത് എടുത്ത് വെക്കണം. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ മിക്സി കഴുകി ഒരു വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അരി പകുതി വേവിച്ചെടുക്കാനേ പാടുള്ളൂ. ഇനി നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ചിക്കൻ ഇനി ഇപ്പോൾ വേവിക്കണില്ല. നമ്മൾ വേവിക്കാത്ത ചിക്കനും പകുതി വേവിച്ച അരിയും ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് രണ്ടും കൂടിയിട്ട് ദമ്മ് ചെയ്തെടുക്കുന്നത്. ഈ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എടുത്ത് വെച്ച പാത്രം അടുപ്പത്തേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പകുതി വെന്ത അരിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ വേവുന്നില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. കറക്റ്റ് വേവിൽ നമുക്ക് ഇത് കിട്ടും. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു സബോളയും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് മുരിച്ചെടുക്കണം. ഞാൻ മുരിക്കാൻ വേണ്ടി എടുത്ത ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഈ ഓയിൽ മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ വറുത്ത് വെച്ച സബോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. റൈസും ചിക്കനൊക്കെ കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഇഷ്ടപ്പെടും. അധികം എണ്ണയൊന്നും ഉപയോഗിക്കാത്തവർക്ക് പറ്റിയൊരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കണം. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.